ജയം ഹരേ കൃഷ്ണ. ചാരുത ഹരേ കൃഷ്ണ, സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മൾ ഒരുപാട് നാളായി, ഒരു മാസത്തോളമായി ഭഗവത്ഗീത വായിച്ചിട്ട്. നമ്മൾ ഇന്ന് ഭഗവത്ഗീത വായിക്കും. 3-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താ പഠിക്കുന്നത്? കൃഷ്ണൻ എന്താണ് നമ്മളോട് പറയുന്നത്, അല്ലേ? എന്താണ് ലൈഫിൽ ഇംപ്രൂവ് ചെയ്യാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ കൃഷ്ണനെ ഫോളോ ചെയ്യുന്നു, ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഭഗവത്ഗീത പറയുന്നത്. നമ്മള് ഇനി പഠിക്കാൻ പോകുന്നത് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായം 31-ാമത്തെ ശ്ലോകമാണ്. നേരത്തെ നമ്മൾ പഠിച്ചു പ്രകൃതിയിലെ ഗുണങ്ങളാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? പഠിച്ചില്ലേ? ആ 3 ഗുണങ്ങളെ നമുക്ക് കിട്ടുന്നത് ബേസിക്കലി ആഹാരത്തിൽ നിന്നാണെന്ന് മനസ്സിലായി, അല്ലേ? ശരിയല്ലേ? ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൃഷ്ണനെ എന്തിനാണ് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു ഉദാഹരണവും കൂടെ നമ്മൾ പറയാം. നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത് കുറേ ഫ്രൂട്ട്സ് ഇരിക്കുന്നു, അല്ലേ? നല്ല ടേസ്റ്റി ഫ്രൂട്ട്സ്, സ്ട്രോബെറി ഒക്കെ ആയിട്ട് നല്ല ഫ്രൂട്ട്സ് ഇരിക്കുന്നു. ആ ഫ്രൂട്ട്സ് ഇരുന്നിട്ട് ആ ഫ്രൂട്ട്സ് എന്തിനുള്ളതാ? നമുക്ക് കാണാനുള്ളതാണോ കഴിക്കാനുള്ളതാണോ? കഴിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്? എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്തിനെ കൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്? ഉപയോഗിക്കുന്ന ടൂൾസ് ഏതാണ്? നമ്മുടെ ബോഡിയിലെ ടൂൾസ് ഏതാണ്? എക്സ്ട്രാ മെറ്റീരിയൽ ടൂൾസ് അല്ല പറഞ്ഞത്. ആ കഴിക്കാൻ ബോഡിയിലെ ടൂൾ ഏതാണ്? ഇല്ല, വയറ് സ്റ്റോറേജ് ആണ്. വായ ഒരു ടൂളാണ്. ഈ വായിലേക്ക് പോകണമെങ്കിൽ വേറൊരു ടൂൾ വേണ്ട. അതേതാണ്? കൈ. ഞാൻ ഫ്രൂട്ട്സ് ആണ് അവിടെ ഇരിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ടൂൾ ഏതാണ്? അപ്പം നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് ഫ്രൂട്ട്സ് വളരെ മനോഹരമായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു, അല്ലേ? നമ്മൾ ആ മനോഹരമായിട്ടുള്ള ബ്യൂട്ടി നമ്മൾ ഇങ്ങനെ ആസ്വദിക്കുക. എന്നിട്ട് കൈകൊണ്ട് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട്, ഓഹ്, ഇത്ര മനോഹരമായ ഫ്രൂട്ട്സ് അത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, എൻ്റെ കണ്ണുകൊണ്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, ഞാനത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ? പേരൻസ് പറയും അത് കഴിക്കുക. ഞാൻ കഴിക്കുന്നില്ല, എത്ര മനോഹരമായി, ഇത് എങ്ങനെ കഴിക്കാൻ തോന്നുന്നു, എനിക്കിത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. ഇറ്റ് ഓക്കെ? എന്തുകൊണ്ടാ ഓക്കെ അല്ലാത്ത? ചുമ്മാ കാണാനാണെങ്കിൽ പിന്നെ എന്തിനാന്ന് ഓക്കെ, കാണാനാണെങ്കിൽ അതൊരു ആൻസർ. പിന്നെ എന്റെ കൈകളിലാണ് ഇത് ആദ്യം വന്നത്, അതുകൊണ്ട് കൈകൾ ഇരിക്കട്ടെ, എന്റെ കൈകളോട് എനിക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ട് കൈകളിൽ ഈ ഫ്രൂട്ട്സ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൈകളിൽ അങ്ങ് വെച്ചേക്കുക. ഓക്കെ, ശരിയാകുമോ? എന്റെ കണ്ണാണ് ഞാൻ ഇത് ആദ്യം കണ്ടത്, അതുകൊണ്ട് ഞാൻ കണ്ണിനെ സെർവ് ചെയ്യണം. ഇനി കണ്ണിനെയാണ് ഞാൻ സന്തോഷിപ്പിക്കേണ്ടത്, കണ്ണെപ്പോഴും അങ്ങനെ കണ്ട് സുഖമായിട്ടിരിക്കട്ടെ. ഓക്കെ ആണോ? അല്ല. എന്തുകൊണ്ടാ? ഇത് എത്തേണ്ടിയിടത്ത് എത്തിയെങ്കിൽ മാത്രമേ ഈ കൈക്കും ബലം കിട്ടത്തുള്ളൂ, അല്ലേ? ഈ കണ്ണിനും വീണ്ടും കാണാനുള്ള ഒരു ശക്തി കിട്ടത്തുള്ളൂ, ഒരു പവർ കിട്ടത്തുള്ളൂ, അല്ലേ? ഐസൈറ്റ്, അല്ലേ? ശരിയല്ലേ? നമ്മുടെ ഇഗ്നറൻസ് കൊണ്ട് നമ്മൾ ഈ
പഴത്തിനെ ഫ്രൂട്ട്സിനെ നമ്മൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഫൂളിഷ്നെസ് ആണ് അല്ലേ? അതേസമയം ഇത് ഉദരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ, സ്റ്റൊമക്കാണ് ഇതിന്റെ സ്റ്റോറേജ് സംഭവം. സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഇവൻ യഥാസമയം എവിടേക്കാണോ പോകേണ്ടത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ലേ? ഉദരം സെൽഫിഷ് അല്ല. ഉദരം സെൽഫിഷ് ആണെങ്കിൽ അവിടെ തന്നെ കിടക്കും അല്ലേ? സ്റ്റൊമക്ക് ഉടനെ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എവിടേക്കാണ് പോകേണ്ടത് അതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലേ? ശരിയോ തെറ്റോ? ശരിയാണ്. അതുപോലെയാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നമ്മൾ കൃത്യമായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ചാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ലൈക്ക് എ സ്റ്റൊമക്ക്, നമ്മുടെ പ്രാർത്ഥനകള് ഭഗവാൻ കേട്ടിട്ട് ഭഗവാൻ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? അതാത് ദേവന്മാര് ഭഗവാന്റെ അനുചരന്മാരാണ്, മനസ്സിലായില്ലേ? ആ ദേവന്മാരിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് ഇവൻ ആവശ്യം ഇന്നതാണ്, അതുകൊണ്ട് ആ കൊടുക്കുന്ന ദേവനെ ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അതിന്റെ വകുപ്പ് ഇതാണ്. ഓക്കെ, മഹാദേവ് ഓക്കെ, ദേവിയുടെ അടുത്തോട്ട് കൊടുക്കും. ഇത് ഭഗവാനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത്രയും അതിന്റെ പവർ കിട്ടത്തില്ല, കുറയും, സ്ട്രെങ്ത് കുറയും. ഇപ്പൊ മനസ്സിലായോ? നമ്മുടെ കയ്യിൽ പഴം ഇരിക്കുന്നതിന്റെ കൂട്ടാണ്, അതിങ്ങനെ നോക്കിയിരിക്കത്തേ പറ്റും. അതേസമയം നമ്മൾ സ്റ്റൊമക്കിലോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മാതിരി നമ്മൾ ഭഗവാനെ വിളിക്കുമ്പം നമുക്ക് എന്താ ആവശ്യം എന്നുള്ളത് അത് മറ്റ് ദേവന്മാരിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് അവരുടെ നമുക്ക്. അപ്പൊ മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മള് കൃഷ്ണനെ എന്തിനാ വിളിക്കുന്നേ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ആഹാരമാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. ഇന്ന് നമ്മൾ വേറൊരു ശ്ലോകം പഠിക്കുകയാണ്. ഏമേ മതം നിത്യം അനുതിഷ്ഠന്തി മാധവാന്തോ അനസൂയന്തു മുച്യന്തി തേ അപി കർമ്മഭിഹി. പ്രഭു, ആ വിഷ്ണുവിന്റെ ഫസ്റ്റ് ഇൻകാർണേഷൻ ആരാ? വിഷ്ണുവിന്റെ ഫസ്റ്റ് ഇൻകാർണേഷൻ മത്സ്യം, ഫിഷ്. ഓക്കെ, മത്സ്യ, കൂർമ്മ, വരാഹ. ഓക്കെ, ഇത് നമ്മൾ ഡയറക്റ്റ് പഠിക്കുന്നത്. ഒരുപാട് ഇൻകാർണേഷൻ ഉണ്ട്. നമ്മൾ 10 ഇൻകാർണേഷൻ ആണ് ഡയറക്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഭാഗവത്തിലോട്ട് പോയി കഴിഞ്ഞാൽ 24 ഇൻകാർണേഷനെ പറ്റി പറയുന്നുണ്ട്. അതിൽ ചെറിയൊരു എക്സാമ്പിൾ പറയാം. എല്ലാവരോടും 10 അവതാരം മാത്രമല്ല, ഒരുപാട് അവതാരമുണ്ട്. അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നമ്മള് അമൃത് കടയാൻ അല്ലെ? അമൃത് ഏതാ കടയുന്നത്? ആരാ കടയുന്നത് വെച്ചിട്ടാണ്? വാസുകി അല്ലെ? ഒരു നാഗം അല്ലെ? സർപ്പം വന്നിട്ട് ആ സർപ്പത്തെയാണ് പിടിക്കുന്നത് അല്ലെ? ആ മന്ദര പർവ്വത്തെ അല്ലെ? അല്ലേ? ശരിയല്ലേ? ഈ വാസുകി ആരാ? കൃഷ്ണൻ വാസുകിയായിട്ട് അവിടെ വന്നു അല്ലേ? ആയല്ലോ. അപ്പൊ അതൊരു ഇൻകാർണേഷൻ ആയില്ലേ? ഇനി അടുത്തൊരു ഇൻകാർണേഷൻ പറയാം. മോഹിനി ആരാ? വിഷ്ണു. അത് ഇൻകാർണേഷൻ ആയില്ലേ? അപ്പൊ ഒരുപാട് ഇൻകാർണേഷൻ അവിടെ സംഭവിച്ചു. മനസ്സിലായില്ലേ? അതിലെ ചെറിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ഇൻകാർണേഷനെ പറ്റി ആണ് അത് കൊണ്ടുവന്നത് ജയദേവ ഗോസ്വാമിയാണ്. ഓക്കെ, ഭഗവാന്റെ വലിയൊരു ഭക്തൻ. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പം 10 അവതാരങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ഡയറക്റ്റ് പറയുന്നെങ്കിലും ഭഗവാന് ആ സമയത്ത് ഒരുപാട് അവതാരങ്ങൾ വന്നു. അപ്പൊ മനസ്സിലായോ? അഭിയാൻ മനസ്സിലായോ? വെരി ഗുഡ്. അപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യണോ? BG 31. ഓക്കെ,
അല്ലേ? ഓക്കെ, ഓക്കെ സർ. വെരി ഗുഡ്. അജർ കൃഷ്ണൻ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വെരി ഗുഡ്. അപ്പൊ നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത് 3-ാമത്തെ ചാപ്റ്റർ 31-ാമത്തെ ശ്ലോകം. കൃഷ്ണൻ എന്താ പറയുന്നത് നോക്കാം. യേ മേ മതം, റിപ്പീറ്റ് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാം. യേ മേ മതം മതം ഇദം ഇദം നിത്യം നിത്യം അനുതിഷ്ഠന്തി അനുതിഷ്ഠന്തി മാനവാഹ മാനവാഃ യേ മേ മതം ഇദം നിത്യം മതം നിത്യം അനുതിഷ്ഠന്തി അനുതിഷ്ഠന്തി മാനവാഹ മാനവാഃ ശ്രദ്ധവാന്തോ. ശ്രദ്ധാവാന്തോ. ഇത്തിരി നീട്ടമുണ്ട്. ശ്രദ്ധാവാന്തോ. ആ ഏടെ മേലൊരു വര കണ്ടോ? അപ്പൊ ശ്രദ്ധാവാന്തോ അനസൂയന്തോ. എന്നിന്റെ തൊട്ട് മുമ്പായിട്ടൊരു ചിഹ്നം ഉണ്ടല്ലോ, ചിഹ്നത്തിന്റെ പേരെന്താ എനിക്ക് പറയാൻ മറന്നു. അത് സംസ്കൃതത്തിൽ നിന്നുള്ള ഇംഗ്ലീഷാണിത്. അവിടെ വരുമ്പോ അവിടെ ആ സൈലന്റ് ആണ്, പക്ഷെ നമ്മൾ വായിക്കുമ്പം ആ വായിക്കണം. ഓക്കെ, അനസൂയന്തോ മുച്യന്തേ തേ അപി കർമ്മഭിഹി ശ്രദ്ധാവാന്തോ അനസൂയന്തോ മുച്യന്തേ തേ അപി കർമ്മബന്ധിഹി യേ മേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവാന്തോ അനസൂയന്തോ മുച്യന്തേ തേ അപി കർമ്മബന്ധിഹി. അപ്പൊ ഇതിനകത്ത് ട്രാൻസ്ലേഷൻ നോക്കാം, ആദ്യം നോക്കാം. യേ മീ മൈ മതം ഇൻജക്ഷൻസ്. മതം പറഞ്ഞാൽ നമ്മൾ തോപ്പം പറയുന്ന റിലീജിയൻ അല്ല, എന്താണ് ഇൻജങ്ഷൻസ്. ഓക്കെ, ഇൻജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മതം നിർദ്ദേശം, ഭഗവാന്റെ നിർദ്ദേശം. ഓക്കെ, ഇൻജങ്ഷൻസ്. ഇതം ദീസ്. നിത്യം as an eternal function. Anutishtandi execute regularly. Manavaha, human beings. Shraddhavando with faith and devotion. Anasuyanda without any muchate become free. They all of them api even karmavihi from the bondage of the law of duty. മലയാളത്തിൽ വരുമ്പം ഏ മാനവാഹ ഏതു മനുഷ്യർ മേ എന്റെ ഇതം മതം ഈ നിർദ്ദേശത്തെ പറയാണ് മാനവ മനുഷ്യർ. ഏതൊരു മനുഷ്യരാണോ എന്റെ ഈ നിർദ്ദേശത്തെ, വളരെ സിമ്പിളാണ്, ശ്രദ്ധാവാന്ത വിശ്വാസത്തോടെ ഭക്തിയോടുകൂടി. ശ്രദ്ധാവാന്ത എന്ന് പറഞ്ഞാല് വിശ്വാസത്തോടും ഭക്തിയോടും കൂടി. അനസൂയന്ത, അനസൂയന്ത എന്തി എന്താ? എന്നിന്റെ മീനിങ് എന്താ? എൻവി, എൻവി എന്താ? അപ്പൊ നമ്മള് വായിച്ച എൻവിയുടെ മീനിങ് എന്താ മലയാളത്തില്? അനസൂയന്ത.
envy മലയാളത്തിൽ എന്താ മീനിങ്? envy അസൂയ, jealousy. ഓക്കെ, ജലസി ഇല്ലാത്തത് ഓക്കെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അനസൂയ എന്താ? അസൂയ ഇല്ലാത്തവരായിട്ട് നിത്യം എന്നും എപ്പോഴും അനുതിഷ്ഠന്തി അനുഷ്ഠിക്കുന്നുവോ ഫോളോ ചെയ്യുന്നുവോ അവരും കൂടി കർമ്മഭിഹി കാമ്യകർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന്. കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എവരി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ അല്ലേ? മുച്യന്തേ മോചിപ്പിക്കപ്പെടും. ആവർത്തനത്തോടെ ശ്രീ പ്രഭുപാദയ്ക്ക് ചെയ്യും. എന്റെ അനുസാരം, എന്റെ ആജ്ഞാനുസാരം. എന്റെ തന്നെ ആരുടെയാണ്? എന്റെ എന്ന് പറഞ്ഞ ആരാണ്? കൃഷ്ണന്റെ. എന്റെ ആജ്ഞാനുസാരം, കൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ച്, കൃഷ്ണൻ എന്താണ് എന്നതിനനുസരിച്ചിട്ട് സ്വകർമ്മങ്ങൾ, അവനവന്റെ കർമ്മങ്ങൾ, അവനവൻ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് നിർവഹിച്ചു കഴിഞ്ഞാല് എങ്ങനെ അസൂയ കൂടാതെ വിശ്വാസപൂർവം ഇത് കഴിഞ്ഞിട്ട് പഠിക്കുക. അങ്ങനെ എല്ലാ കുട്ടികളും ഫ്രൈഡേ സാറ്റർഡേ പഠിക്കണ്ടേ? കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടും. After your duty you go play this. She's talking കർമ്മഫലം. You get your നമ്മള് നമ്മുടെ ഡ്യൂട്ടി ചെയ്യണമെന്ന്. എങ്ങനെ ചെയ്യണം? വിശ്വാസത്തോടെ. ഇതെല്ലാം നേരെയാവും, ഇത് പഠിക്കേണ്ടതാണ്. ഭഗവാനിലുള്ള വിശ്വാസത്തോടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. പഠിക്കാനുള്ളതാണെങ്കിൽ അത് ദാറ്റ് ഈസ് അവർ ഡ്യൂട്ടി, നമ്മൾ പഠിക്കണം. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഇതാണ് ആദ്യമായിട്ട് കൃഷ്ണനാണ് ഇൻസ്ട്രക്ട് ചെയ്യുന്നത്. നിനക്ക് എന്താ ഡ്യൂട്ടി തന്നിരിക്കുന്നത് അത് വിത്തൗട്ട് ജലസി വിത്ത് ഫെയ്ത്ത് നീ അത് ചെയ്യണം. ഇപ്പൊ മനസ്സിലായോ? ഹരേ കൃഷ്ണ, മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെ ചെയ്ത് കഴിയുമ്പം നമ്മള് നമ്മുടെ കാർമിക് റിയാക്ഷനിൽ നിന്ന് നമ്മൾ ഫ്രീ ആവും. ഫ്രീ ആയിട്ട് നമുക്ക് സക്സസ് ആവാൻ പറ്റും. ഇതിന്റെ ഒരു കഥ ഞാൻ പിന്നീട് പറയാം. നമ്മൾ ശ്ലോകം വായിച്ചിട്ട് ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാഹ ശ്രദ്ധാവാന്തോ അനസൂയന്തോ ഉച്യന്തേ തേ അപി കർമ്മഭിഃ. എന്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവ്വം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. നാരദ മഹർഷിക്കും സംശയമുണ്ട്. അതെങ്ങനാ ഭഗവാനെ എന്ന് ചോദിച്ചു. നമുക്ക് മനസ്സിലായോ? എങ്ങനെ മനസ്സിലായി? എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? നമുക്ക് നിയോഗിച്ചിട്ടുള്ള കർമ്മങ്ങള് അസൂയ കൂടാതെ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ എന്താ എവിഡൻസ്? ഇതൊക്കെ ശരിയാണെന്ന് പറയാനുള്ള എവിഡൻസ് എന്താ? ഞാൻ ചെയ്ത എന്റെ ഫലം കിട്ടും. കിട്ടും. എന്താ എവിഡൻസ്? ഒരിക്കലൊരു നാരദ മഹർഷിയുടെ ഒരു കഥ ഞാൻ പറയാം. നാരദ മഹർഷി എടുത്ത് ഭഗവാൻ പറഞ്ഞു, ഒരിക്കല് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം എൻ്റെ ഭക്തരെ സെർവ് ചെയ്യുന്നതാണ്, ഭഗവാന്റെ ഡിവോട്ടീസിനെ സെർവ് ചെയ്യുന്നതാണെന്ന്. നാരദ മഹർഷി ആണെങ്കിൽ ഡയറക്റ്റ് ഭഗവാൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നാരദ മഹർഷിക്ക് അത് ഭയങ്കര സംശയമാണ്. ഇതെന്താ അങ്ങനെ പറയുന്നത്? അപ്പൊ നാരദ മഹർഷിയോട് ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കിപ്പം നിന്നോട് വേറൊരു കാര്യം പറയാനാണ് തോന്നുന്നത്, ഒരു ഇൻസ്ട്രക്ഷൻ തരികയാണ്. എന്റെ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ പറയുന്നത് നീ കേൾക്ക്
നാരദ മഹർഷി മുനി നീ പറയുന്ന കേൾക്കാൻ പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങ് ഭൂമിയില് ആ ഭൂമിയില് ഒരു മരത്തിന്റെ ചുവട്ടില് ഒരു പുഴുവുണ്ട്. ഈ പുഴുവാണെങ്കിൽ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് നേരെ മേലോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ പുഴുവിനെ ചെന്നൊന്ന് കാണാൻ പറഞ്ഞു. കണ്ടിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ, ഇത്ര മനസ്സിലായോ? നാരദം ആ ഇടയ്ക്ക് ഞാൻ സ്ട്രക്കായോ? എവിടെയാ നിർത്തിയത്? എവിടെയാ കേട്ടത്? ഒരു പുഴു ഉണ്ടായിരുന്നു. ആ ഓക്കെ. അപ്പൊ മരത്തിന്റെ ചുവട്ടിലൊരു പുഴുവുണ്ട്. ആ പുഴുവാണെങ്കിൽ മരത്തിന്റെ മുകളിലോട്ട് കയറാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ചെന്നിട്ട് നാരദമുനി അങ്ങ് ചെന്നിട്ട് ഈ പുഴുവിനോടൊന്ന് സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടൊന്ന് വരാൻ പറഞ്ഞു. ഓക്കെ, നാരദ മഹർഷി അവിടുന്ന് പോയി ഭൂമിയിലോട്ട് പോയി ഭഗവാൻ പറഞ്ഞിരുന്ന ആ സ്ഥലത്ത് GPS ഒക്കെ എടുത്ത് അവിടെ ചെന്നു. കറക്റ്റ് സ്ഥലത്ത് ഓൺ ദ സ്പോട്ട് GPS കിട്ടി. അവിടെ ചെന്നപ്പോൾ ഒരു വലിയൊരു മരത്തിന്റെ താഴെ ഒരു പുഴു. ആ പുഴുവാണെങ്കിൽ മരത്തിൽ പതുക്കെ കയറിക്കൊണ്ടിരിക്കും. ഈ പുഴുവിന്റെ അടുത്ത് ജസ്റ്റ് അബൌട്ട് ക്ലോസ് ടു പുഴു, അങ്ങനെ പുഴുവിന്റെ അടുത്തെത്താറായ സമയത്ത് ഈ പുഴുവിന് ഒരു പരുന്ത് വന്നെടുത്തു. എന്താ ചെയ്യും? പരുന്ത് വന്ന് റാഞ്ചിക്കൊണ്ട് പോയി, പുഴുവിനെ കൊണ്ടുപോയി, തിന്നാൻ കൊണ്ടുപോയി. നാരദ മഹർഷിക്ക് സംസാരിക്കാൻ പറ്റിയോ? സംസാരിക്കാൻ പറ്റിയില്ല. നാരദ മഹർഷി വിഷമിച്ചിട്ട് തിരിച്ച് വീണ്ടും വൈകുണ്ഠത്തിൽ വന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇനി സംസാരിക്കാൻ പറ്റിയിട്ടില്ലെന്ന്. വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, അത് വിട്ടേരെ, അത് കളഞ്ഞേക്കാൻ പറഞ്ഞു. നോ ഇഷ്യൂ, ലിവ് ഇറ്റ്. ഇനി ഞാൻ വീണ്ടും പറയുകയാണ്, GPS പിടിക്ക് അതേ സ്ഥലത്ത് ഒരു വീട്ടില് ഒരു പശുക്കുട്ടി, ഒരു പശു പ്രസവിക്കാൻ പോവാണ്. ആ പശു പ്രസവിക്കുന്ന ആ പശുക്കുട്ടിയെ എടുത്തൊന്ന് സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു, ഒന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ, നാരദ മഹർഷി അവിടുന്ന് പോകും. അങ്ങനെ GPS ഒക്കെ പിടിച്ച് കറക്റ്റ് സ്പോട്ടിലെത്തി. ആ പശു ഇങ്ങനെ പ്രസവിക്കുമ്പോൾ വീട്ടുകാരൻ നോക്കുവാണ്, ഇപ്പൊ പ്രസവിക്കും, പശുവിന് പുല്ലൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്, നല്ല സുഖപ്രസവമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പശു പ്രസവിച്ചു. പശുക്കുട്ടിയെ പ്രസവിച്ചു. പശുക്കുട്ടി താഴെ വീണ്. പശുക്കുട്ടി പ്രസവിച്ചിട്ട് ഉടനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? നാട്ടിൽ പോയിട്ട് കാണാൻ ശ്രമിക്കണം. നാട്ടിൽ പോകുമ്പം അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ അടുത്തൊക്കെ ചോദിക്കണം, മുത്തച്ഛന്റെയും മുത്തച്ഛയുടെ അടുത്ത് ചോദിക്കണം, എവിടെയെങ്കിലും പശുവിനെ പ്രസവിക്കും, എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം. എങ്ങനെ അറിയാമോ? ഈ പശു പ്രസവിച്ചു കഴിയുമ്പോൾ പശുക്കുട്ടി താഴെ വീഴും. താഴെ വീണിട്ട് അവിടുന്ന് ചാടി എഴുന്നേക്കാൻ നോക്കും. അപ്പൊ കാലൊന്നും ഉറക്കത്തില്ല, കാലൊക്കെ ഇങ്ങനെ വിറച്ചിരിക്കും, ഉറക്കത്തില്ല. അപ്പൊ വീണ്ടും താഴെ വീഴും. വീണ്ടും താഴെ വീണിട്ട് വീണ്ടും എടുക്കാൻ നോക്കും. നമുക്ക് ചിലപ്പം പേടി തോന്നും, കാര്യം വീണിട്ട് എന്തെങ്കിലും പറ്റിയുണ്ട്. ഇങ്ങനെ വീണ്ടും കിടന്ന് വിറയ്ക്കും. അപ്പൊ ഈ പശുക്കുട്ടിയെ അമ്മ പശു പതുക്കെ നക്കും. ഓക്കെ, പതുക്കെ നക്കും. പതുക്കെ നക്കിയിട്ട് അതിനെ ആ അമ്മ പശു അമ്മയെ കുഞ്ഞിനെ നല്ലോണം നോക്കി നക്കി ചൂടൊക്കെ കൊടുത്ത് നക്കി നല്ല സ്ട്രെങ്ത് ആക്കി എടുക്കും. നോക്കണം, നല്ല രസമാണ്. സ്ട്രെങ്ത് ആക്കി എടുക്കുമ്പോഴത്തേന് പതുക്കെ നിൽക്കാൻ പറ്റും. ഇങ്ങനെ പതുക്കെ ആടി നിൽക്കും. ആടി നിന്ന് വീണ്ടും അതിനെ നക്കി അതിനെ സ്ട്രെങ്ത് ആക്കി പിന്നെ പതുക്കെ നടന്ന് ആ അമ്മ പശുവിന്റെ മുലപ്പാല് കുടിക്കാൻ തുടങ്ങും. നോക്ക, എത്ര ഒരു അമ്മയും മകനും തമ്മിലുള്ള, അമ്മയും കുഞ്ഞും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കുടിക്കാൻ നോക്കും. അങ്ങനെ കുടിക്കും. അങ്ങനെ കുടിച്ച് സ്ട്രെങ്ത് ആവും. ഓക്കെ, ഇതാണ് തന്നെ. അപ്പം നാരദ മഹർഷി അവിടെ എത്തുന്നു. നാരദ മഹർഷി പതുക്കെ ഈ പശുക്കുട്ടിയുടെ അടുത്ത് സംസാരിക്കാൻ പോവാ. എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കാൻ പോവാ. ചോദിക്കാൻ പോകുമ്പം ഈ പശുക്കുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ നാരദ മഹർഷിയെ കാണും.
ഈ പശുക്കുട്ടി താഴെ വീഴും. നാരദ മഹർഷിയെ കണ്ടിട്ട് താഴെ വീഴും. പിന്നെ എഴുന്നേറ്റില്ല. എന്തു പറ്റി? പശുക്കുട്ടി മരിച്ചുപോയി. നാരദ മഹർഷിക്ക് ഭയങ്കര വിഷമമായി പോയി. ചോദിക്കാൻ പറ്റിയിട്ടത് അവിടെ നിൽക്കട്ടെ, പക്ഷെ പശുക്കുട്ടി മരിച്ചുപോയത്. വിഷമിച്ച് കരഞ്ഞുകൊണ്ട് വീണ്ടും ഭഗവാന്റെ അടുത്ത് ചെന്നു. ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് നാരദ മഹർഷിയുടെ അടുത്ത് ചോദിച്ചു. നാരദ മഹർഷി കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി പോയി, അതും ചത്തുപോയി എന്ന് പറയാം, എൻ്റെ മുന്നിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞു. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലീവ് ഇറ്റ്, നോ ഇഷ്യൂ, ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി, കളഞ്ഞേക്കാൻ പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ഇനി വേറൊരു കാര്യം പറയുകയാണ്. അതേ സ്ഥലത്ത് ഒരു വീട്ടില് ഒരു മനുഷ്യക്കുഞ്ഞ് പ്രസവിക്കാൻ പോവാണ്, കുഞ്ഞ് ഉണ്ടാവാൻ പോവുകയാണ്. ഇവിടുത്തെ അമ്മ പ്രസവിക്കാൻ പോവുകയാണ്, ഒരു മനുഷ്യക്കുഞ്ഞ്. ആ മനുഷ്യക്കുഞ്ഞിനെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, ഇനി എനിക്ക് പോവാൻ പറ്റത്തില്ലെന്ന്. ആദ്യം പോയി കണ്ട് പുഴുവിനെ പരുന്ത് കൊണ്ടുപോയി. രണ്ടാമത് പോയി കണ്ട് എന്നെ കണ്ടിട്ട് ആ പശുക്കുട്ടി മരിച്ചുപോയി. എന്നെ കണ്ടിട്ടാണോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ രണ്ടുപേരോട് സംസാരിക്കാൻ പറ്റത്തില്ല, രണ്ടുപേരുടെയും ജീവൻ. ഇനി എനിക്കൊരു പരീക്ഷണം വയ്യ ഭഗവാനെ, ഞാൻ പോന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴ് കൃഷ്ണൻ പറയും, നോ 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 നോ, ഞാൻ പറയുന്നത് നീ കേൾക്ക്, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ ധൈര്യമായിട്ട് പോയിട്ട് വരാം. അങ്ങനെ നാരദ മഹർഷി മനസ്സില്ലാ മനസ്സോടെ ഭഗവാൻ പറഞ്ഞതല്ലേ എന്ന് കേട്ടിട്ട് പോയി. അപ്പൊ ശരിയാണ്, അവിടെ അതേപോലൊരു വീട്ടില് ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു. ആ കുഞ്ഞിനെ കാണാൻ ചെന്നു. ആ കുഞ്ഞിനെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് തൊട്ടിലില്. അതൊക്കെ ആരും കാണാതെ വിഷമത്തോടെ, ഇനി കഴിഞ്ഞ 2 കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചു, ഇനി ഈ കുഞ്ഞിനും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിയിട്ട് ഇങ്ങനെ പതുക്കെ ആരും കാണാതെ രഹസ്യമായിട്ട് ഈ കുഞ്ഞിന്റെ അടുത്ത് ചെല്ലും. ഈ കുഞ്ഞ് നാരദ മഹർഷിയെ കണ്ടിട്ട് ചിരിക്കും. ചിരിച്ചിട്ട് 2 കൈയും കാലും ഒക്കെ ഇട്ട് ഇളക്കി ചിരിക്കും. ചിരിച്ചിട്ട് നാരദ മഹർഷി അടുത്ത് ചോദിക്കും, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കും. എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കും. കുഞ്ഞിപ്പം പ്രസവിച്ചതേ ഉള്ളു, ഇപ്പൊ വന്നതേ ഉള്ളു. നാരദ മഹർഷിയോട് ചോദിക്കുക, എന്നെ മനസ്സിലായോ എന്ന്. നോക്കണേ, നാരദ മഹർഷി അമ്പരക്കും. നാരദ മഹർഷി പറയും, ഇല്ല, മനസ്സിലായിട്ടില്ലെന്ന് പറയും. അപ്പം പറയും, അങ്ങനെ ആദ്യം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആദ്യം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴ് ഞാനൊരു പുഴുവായിരുന്നു. എന്നെ കാണാൻ വന്ന സമയത്ത് അങ്ങയെ ഞാൻ കണ്ടു. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് ആ ബർത്തില് എനിക്ക് ലിബറേഷൻ കിട്ടി, മോക്ഷം കിട്ടി. പിന്നെ വീണ്ടും കഷ്ടപ്പെടേണ്ടി വന്നില്ല. പനി തന്നെ കൊന്നു തിന്നു. അപ്പൊ എൻ്റെ സോൾ അങ്ങ് പോയി, ബോഡിയിൽ നിന്ന് പോയി. അപ്പൊ പിന്നെ എനിക്ക് നെക്സ്റ്റ് ബർത്ത് കിട്ടിയത് ഒരു പശുക്കുട്ടിയായിട്ടാണ്. പശുക്കുട്ടിയായിട്ടിരിക്കുമ്പോഴാണ് വീണ്ടും അങ്ങനെ കാണാൻ വന്നത്. അപ്പൊ ഉടനെ അവിടെ അങ്ങേ ഞാൻ കണ്ടു. കണ്ടപ്പോ ഞാൻ വീണ്ടും അവിടെ മരിച്ചു, എൻ്റെ ആത്മാവ് പോയി. അപ്പം അങ്ങയെ കണ്ടിട്ടുള്ള ഗുണം കൊണ്ട്, ബ്ലെസ്സിങ്സ് കൊണ്ടാണ് സംഭവിച്ചത്. വീണ്ടും ഞാനൊരു മനുഷ്യക്കുട്ടിയായിട്ട് വന്നു അങ്ങയെ കണ്ടിട്ട്. ഇപ്പൊ വീണ്ടും ഞാൻ അങ്ങയെ കാണുന്നു. എന്താ മനസ്സിലായേ? 2 കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ഒന്ന്, ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻസ് എന്താണോ അത് ഇത്തിരി എഫർട്ട് കൂടുതലാണെങ്കിലും അതേപോലെ അനുസരിക്കാൻ നാരദ മഹർഷി റെഡിയായി, അല്ലേ? 2, ഭഗവാനെ ആ പുഴു ആ ജന്മത്തിൽ എപ്പോഴും ഭഗവാനെ ഒരു കോൺഷ്യസ് ഉണ്ടായിരുന്നു, ഭഗവാനെ ചാൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആ പുഴുവിന് നല്ലൊരു ജന്മവും കിട്ടി. ശരിയല്ലേ? കാർമിക് റിയാക്ഷനിൽ നിന്ന് പുഴുവിന് പെട്ടെന്ന് മോചനം കിട്ടി. അല്ലെങ്കിൽ പുഴു ഇങ്ങനെ എത്രയോ ദിവസങ്ങൾ ഇങ്ങനെ ജീവിച്ചിരുന്ന് ആരെങ്കിലും ചവിട്ടുകൊണ്ട് ഞെരുങ്ങി പോകും, അല്ലേ? പിന്നെ പശുക്കുട്ടിയായിട്ട് വളർന്ന് എത്രയോ വർഷം ഇങ്ങനെ അടിയും കൊണ്ട് തൊഴിയും കൊണ്ട്, ഇല്ലേ? അപ്പം ഇന്ന് ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻസ്, നാരദ മഹർഷിക്ക് വേറെ ഗുണങ്ങളൊന്നും കിട്ടിയില്ല, അല്ലേ? പക്ഷേ ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ
കേട്ടത് കൊണ്ട് മറ്റൊരാൾക്ക് അതിന് ഗുണം കിട്ടി, അല്ലേ? ഇതെല്ലാം കണക്റ്റഡ് ആണ്. ശരിയല്ലേ പറഞ്ഞേ? നാരദ മഹർഷിക്ക് അവിടെ നോളജ് കിട്ടി, ജ്ഞാനം കിട്ടി. ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ ഭക്തരെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഡിവോട്ടീസിനെ കൊണ്ട് തന്നെ ഗുണം കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ധ്യാന ശ്ലോകത്തിൽ പറയുന്നത് വാഞ്ചാകൽപതരൂപ്യച്ഛ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഞാൻ എല്ലാ ഭഗവാന്റെ ഭക്തരെയും പ്രണമിക്കുന്ന കാര്യം അവർക്ക് കൽപ്പവൃക്ഷത്തെ പോലെ എല്ലാം തരാനുള്ള കഴിവുണ്ട്, എല്ലാം അനുഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? എന്റെ ആജ്ഞ അനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. സോ ദേ ബിക്കം ഫ്രീ ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഫ്യൂട്ടീവ് ആക്ഷൻ. അപ്പൊ മനസ്സിലായോ? സോ ദിസ് ഈസ് ദ എവിഡൻസ്. ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാർമിക് റിയാക്ഷനിൽ നിന്ന് ലിബറേഷൻ കിട്ടും. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഈക്വൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. നമ്മൾ പഠിച്ച് മാർക്ക് മാത്രം വാങ്ങിച്ചാൽ പോരല്ലോ, നമുക്ക് ജോലി കിട്ടണ്ടേ? ജോലി നമ്മുടെ കയ്യിലാണോ? നമ്മുടെ കയ്യിലല്ല. റാങ്ക് ഹോൾഡേഴ്സ് ഒരുപാടുണ്ട്, ഇല്ലേ? ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സ് ആണ്. 100% മാർക്ക് ഒരുപാട് പേര് വാങ്ങിക്കും, ഇല്ലേ? അപ്പൊ അത് ലൈക്ക് എ ഡ്രോ ആണ്. അപ്പൊ അതിനകത്ത് നിന്ന് ഒരാളെ ചൂസ് ചെയ്യണം, ഇല്ലേ? 10 റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. 10 റാങ്ക് ഹോൾഡേഴ്സ്, സെയിം മാർക്ക്, ഒരാള് ഒറ്റ വേക്കന്റ്. എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ ചൂസ് ചെയ്യും? ഒറ്റ പൊസിഷൻ, ഓക്കെ, ഒരേ ഒരു പൊസിഷൻ, വലിയൊരു പൊസിഷൻ നിൽക്കുന്നു. ടോപ്പ് റാങ്കിലൊരു പൊസിഷൻ. 10 കാൻഡിഡേറ്റ്സ്, ഈക്വൽ ടാലന്റ്, എല്ലാവരും പ്രാക്ടിക്കലി ഇന്റർവ്യൂവിൽ പാസ്സായി, അതും 100% മാർക്ക്. എങ്ങനെ ചൂസ് ചെയ്യും? നമ്മുടെ പേര് വരണം. നമ്മളും പറയും എന്റെ പേര് വരണേ, എന്റെ പേര് വരണേ, എന്റെ പേര് വരണേ. എല്ലാരും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നത്, എന്റെ പേര് വരണേ, എന്റെ പേര് വരണേ, എന്റെ പേര് വരണേ. എങ്ങനെ സംഭവിക്കും? ഭഗവാനുമായിട്ട് കൂടുതൽ കണക്ഷൻ ഉള്ള ആൾക്ക് പേര് വീഴും ആ സമയത്ത്. അപ്പം ഇതെല്ലാം കണക്ഷൻ ഭഗവാനുമായിട്ടാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഏ മേ മതമിതം നിത്യം. റിപ്പീറ്റ് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യേ. ഏ മേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവാന്തോ അനസൂയന്തോ ഉച്യതേ തേ അപി കർമ്മഭിഃ യേ മേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവാന്തോ അനസൂയന്തോ ഉച്യന്തേ തേ അപി കർമ്മഭിഃ. ഹരേ കൃഷ്ണ. ചാരുത ചെല്ലാൻ പറ്റുമോ ശ്ലോകം? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചാരുതയുണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ചെല്ലാൻ പറ്റുമോ? കിട്ടില്ല. ഏ മേ
മതമിദം നിത്യം മതമിദം നിത്യം. ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്താൽ മതി. മതമിദം നിത്യം. മതമിദം നിത്യം വെരി ഗുഡ്. അനുതിഷ്ഠന്തി മാനവാഹ. അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവാന്തോ അനസൂയന്തോ. ശ്രദ്ധാവാങ്കോർ അനസൂയന്തോ. അനസൂയന്തോ ആ. ശ്രദ്ധാവാന്തോ ശ്രദ്ധാവാന്തോ അനസൂയന്തോ. അനസൂയന്തോ മുച്യന്തേ തേ അഭി. മുച്ഛന്തേ തേ അപി അഭി കർമ്മഭിഃ. കർമ്മഹവി. ഇത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഇനി അഭിനവ്. ये मे मदमिदं नित्यम् अनुतिष्ठन्ति मानवाः श्रद्धावन्तो अनसूयन्तो मुच्यन्ते ते अभिकर्मभिः. വെരി ഗുഡ്. അനഭി. ये मे मदमिदं नित्यम् अनुतिष्ठन्ति मानवाः श्रद्धावान्तो अनुष्यन्तो मुच्यन्ते ते अभिकर्मभिः. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നന്ദകിഷോർ. ये मे मदमिदं नित्यम् अनुतिष्ठन्ति मानवाः श्रद्धावन्तो अनुसूयन्तो मुच्यते तेऽपि कर्महि. കർമ്മഭിഃ. ആ ഹരേ കൃഷ്ണ. ഭരണി. ഭരണി എന്നുള്ള ഭ. ഹരേ കൃഷ്ണ. കർമ്മഭിഃ. ഓക്കെ. രാഹുൽ. ये मे मदमिदं नित्यम् अनुतिष्ठन्ति मानवाः श्रद्धावन्तो अनुसूयन्तो मुच्यन्ते अपि कर्मभिः. ഹരേ കൃഷ്ണ. രാഖി. രാശി. ये मे मदमिदं मदमिदं नित्यम् नित्यम् अनुतिष्ठन्ति मानवाः श्रद्धावन्तो श्रद्धावन्तो अनुतिष्ठन्तो अनुसूयन्तो मुच्यन्ते ते अपि कर्मभिः. വെരി ഗുഡ്. അച്ചൽ കൃഷ്ണ. हरे कृष्ण. ये मे मदमिदं नित्यम् अनुतिष्ठन्ति मानवाः श्रद्धावार्तो സൂയന്തോ. मुच्यन्ते മുച്യന്തേ तेऽपि कर्मभिः. കർമ്മഭിഃ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അവ്യാൻ. അവ്യാൻ. ആ ചെല്ലാൻ പറ്റുമോ? ഇതാരാ? കിട്ടുന്നില്ല. ശ്രീഹരി വെച്ചതാണ്. യേ മേ മതമിദം നിത്യം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ അനുദിഷ്ടംദവാഃ ശ്രദ്ധാവാന്തോ അനസൂയന്തോ മുച്യന്തേ തേ അഭി കർമ്മഭിഃ. വെരി ഗുഡ്. ഇത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ശ്രീഹരി.
ചെല്ലാൻ പറ്റുമോ? ഒറ്റയ്ക്ക് ചൊല്ലാൻ അറിയില്ല. ഞാൻ ചൊല്ലിത്തരാം. ഓക്കെ, വെരി ഗുഡ്. യേ മേ മതമിതം നിത്യം ഏമേ മദമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ അനുദിഷ്ടന്തി മാനവാഃ ശ്രദ്ധാവാന്തു അനസൂയന്തു ശ്രദ്ധാവാന്തോ അനസൂയന്തോ മുച്യന്തേ തേ ഉച്യന്തേ തേ അപി കർമ്മഭിഃ. അഭികർമ്മഭിഃ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒരുമിച്ച് ചെല്ലാം. ഞാൻ പറയാം, ചെല്ലണം. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. യേ മേ മതമിദം നിത്യം മേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവാന്തോ അനുസൂയ അനസൂയന്തോ മുച്യന്തേ തേ കർമ്മഭിഃ. മുച്യന്തേ അഭികർമ്മഭിഃ. ഒന്നുകൂടെ. യേ മേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവാന്തോ അനസൂയന്തോ മുച്യന്തേ തേ അപി കർമ്മഭിഃ. ഹരേ കൃഷ്ണ. അതിന്റെ മീനിങ് translation by Sri Srila Prabhupada ki ji. Those persons who execute their duties according to my injunctions and who follow this teaching faithfully without envy become free from the bondage of fruitive actions. മലയാളം: എന്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. ഹരേ കൃഷ്ണ. ഇത്രയും മനസ്സിലായോ? പ്രീത മാതാജി, ഹരേ കൃഷ്ണ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഓക്കെ. അപ്പം നമ്മള് ഭഗവാനോട് സ്നേഹത്തോടെ അസൂയൊന്നുമില്ലാതെ ഭഗവാനെ നമ്മളെ വിളിക്കുകയും നമ്മൾ നമ്മളുടെ ഡ്യൂട്ടി ചെയ്യുകയും ചെയ്യുമ്പം അതൊരു സക്സസ് ആയിട്ട് വരും. മനസ്സിലായില്ലേ? അപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മള് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇത്രയും കാര്യം. ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം വിശ്വാസത്തോടെ ദിവസവും ജപിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ ലൈഫില് 100% സക്സസ് ആയിരിക്കും. മനസ്സിലായോ രാഹുൽ? മനസ്സിലായോ? ഹരേ കൃഷ്ണ. ഓക്കെ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ കൂട്ട് ഫ്രൂട്ട്സ് കയ്യിൽ വെക്കാനുള്ളതല്ല, ആ കൈയാണ് കണ്ടത് അല്ലെങ്കിൽ കയ്യിലാണ് ഇരിക്കേണ്ടത് എന്നല്ല, ആ ഫ്രൂട്ട്സിനെ നമ്മൾ കഴിക്കാനുള്ളതാണ്. അത് ഉദരത്തിലെത്തുമ്പോൾ, സ്റ്റൊമക്കിലെത്തുമ്പം ഈ സ്റ്റൊമക്ക് കൈക്കുള്ള ബലത്തിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, കണ്ണിന്റെ കാഴ്ചക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, മൂക്കിന്റെ മണത്തിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, നാക്കിന്റെ രുചിക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പോലെ ഭഗവാനെ നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ വിളിക്കുമ്പം ഏത് ദേവനെ കൊണ്ടാണോ അതിന്റെ ഫലം അനുഭവിക്കേണ്ടത് അങ്ങോട്ടേക്ക് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ.
ഒരു സ്റ്റൊമക്ക് പോലാണ്, സ്റ്റോറേജ് പോലെ. അപ്പൊ ഭഗവാന്റെ അടുത്ത് നമ്മൾ വിളിക്കുമ്പോൾ വിത്തൗട്ട് envy, വിത്തൗട്ട് jealousy, വിത്ത് ഫെയ്ത്ത്, ലൈഫ് വിൽ become സക്സസ്. ഇത്ര മനസ്സിലായില്ലേ? ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ എന്തോ ഇവിടെ കിസ് പറയാൻ, കിസ് അതിനോട് ബ്രീത്ത് കൗണ്ട് തുടങ്ങണ്ടേ? ബ്രീത്ത് കൗണ്ട് വേണ്ടേ ഇന്ന് എത്രയാ ബ്രീത്ത് കൗണ്ട് വേണ്ടത്? 100, 25. 25, 100 വേണ്ട? 100 എത്ര പേർക്ക് വേണം? 100 എത്ര പേർക്ക് കൈ വെക്കാം? ചാരു എഴുതി 0യോ? ഹരേ കൃഷ്ണ. 10. ഓക്കെ, 0 പോയിട്ട് 10. ഓക്കെ, വെരി ഗുഡ്. 100 ആർക്കും വേണ്ട? 100 എത്ര പേർക്ക് വേണം? 100 കൈവെക്കുന്ന എത്ര പേരുണ്ട്? 52. അനഫി എഴുതി 52 എന്ന്. നന്ദകിഷോർ എഴുതി. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രീത്ത് കൗണ്ട് 10 എടുക്കാം. ഓക്കെ, അജയ് കൃഷ്ണൻ എഴുതി 20. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് 10 എടുക്കാം. 100 ഒരു 0 എടുത്തു കളഞ്ഞ്. ശ്രീഹരി ടു എവരിവൺ 100. ഓക്കെ, വെരി ഗുഡ്. ഇത് മനസ്സാണ് പ്രധാനം. മനസ്സ് വേണം, മനസ്സ്. നമുക്ക് 100 എടുക്കാം. മനസ്സാണ് വിഷയം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. 1, 2, 3, 4, സ്റ്റാർട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ. ഇനി എന്താ ഉള്ളത്? വിസ്താരം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആരാ കിസ് ചെയ്യാന്ന് പറഞ്ഞ? അഭിനവാണ് പറഞ്ഞിരുന്നത്. അഭിനവ ചെയ്യാന്ന് പറഞ്ഞിരുന്നത്. മറന്നുപോയി. സർവസിജാഹം ഹൃദസന്നിവിഷ്ടോ എന്നും ചൊല്ലുക. ഓക്കെ, സർവസിജാഹം ഹൃദസന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം അപോഹനം. ഓക്കെ, എത്ര പേര് ഒരു പോക്കറ്റ് ബുക്ക് വെക്കുന്നു? നമ്മുടെ ഡെയിലി ഡയറി എത്ര പേര് കീപ്പ് ചെയ്യുന്നുണ്ട്? ഇല്ല. സോ സ്റ്റാർട്ട് ഫ്രം ടുഡേ ഒരു ബുക്ക് എടുക്കണം. ഡെയിലി ആക്ടിവിറ്റീസ് എഴുതണം. എന്താണ് ഡെയിലി ആക്ടിവിറ്റീസ്? ഇൻക്ലൂഡിങ് വേക്കപ്പ് ഇൻ ദ മോർണിംഗ്. അത് തൊട്ട് എഴുതണം. വേക്കപ്പ് ഇൻ ദ മോർണിംഗ്. അപ്പം ഓക്കെ, ടൈം ഷെഡ്യൂൾ എഴുതണം. അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു കോളം ആർക്കും കാണത്തില്ല. ആ കോളം കൂടെ വേണം. എന്താണ്? ആക്ച്വൽ. വേക്കപ്പ് ഇൻ ദ ഏർലി മോർണിംഗ് എഴുതിയിട്ടുണ്ട്. ടൈം എഴുതിയിട്ടുണ്ട് 5 AM. പക്ഷേ നമ്മൾ എഴുന്നേറ്റത് 6 AM. എഴുതണം ആക്ച്വൽ 6 AM എഴുതണം. ആക്ച്വൽ. റൈറ്റ് കോളത്തിൽ എഴുതണം റിമാർക്ക് 1 hour ലേറ്റ്. ഓക്കെ, മനസ്സിലായി? ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ? ഡെയിലി ആക്ടിവിറ്റീസ്. സീരിയൽ നമ്പർ 1, വേക്കപ്പ് ഇൻ ദ മോർണിംഗ്. നമ്മൾ ടൈം ഡിസൈഡ് ചെയ്തു 5 AM. നമ്മൾ ആക്ച്വൽ എഴുന്നേറ്റത് 6 AM. റിമാർക്ക് 1 hour ലേറ്റ്. ഓക്കെ, എഴുതണം. സെക്കൻഡ് എന്താ? പിന്നെന്താ എഴുതേണ്ടത്? പിന്നെ ബാത്റൂം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ? ക്ലീനിങ് പ്രോസസ്സാണ്. ക്ലീനിങ് പ്രോസസ്സ് എന്താ എഴുതേണ്ടത്? എത്ര മിനിറ്റ് വേണം അതും എഴുതണം. എത്ര മിനിറ്റ് വേണമെന്നും എഴുതണം. എന്നാലേ നമ്മൾ ആപ്റ്റ് ആവത്തുള്ളൂ. എത്ര മിനിറ്റ്? 15 minutes or 20 minutes എഴുതണം. 15 minutes. ഇറങ്ങി വരുമ്പോൾ ടൈം നോക്കണം. കൂടുതൽ എടുത്തോ എഴുതണം. ലേസി ആയതുകൊണ്ടാണ് കൂടുതൽ. 15 minutes, 20 minutes, 25 minutes എടുത്തു കഴിഞ്ഞാൽ ലേസിയാണ്. അവിടെ ഇറങ്ങി എത്തിരിഞ്ഞ് ബാത്റൂമിലൊക്കെ ഞാൻ നിന്ന് പാട്ടൊക്കെ പാടി പതുക്കെ വെള്ളം ഒഴിക്കും. ഓക്കെ, അവിടെ ലേറ്റ്. പിന്നെന്താ? പ്രേ ചെയ്യണം, ചാൻഡ് ചെയ്യണം. ഓക്കെ, എന്നെ കേൾക്കുന്നുണ്ടോ? സ്റ്റക്കായോ?
ഹരേ കൃഷ്ണ. സ്ട്രക്കായോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. അപ്പൊ അവിടെ വീണ്ടും എഴുതണം, വെറുതെ അല്ല, പ്രേ. അപ്പൊ അവിടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചാൻഡിങ് 27 ടൈം. ഒരു 1/4 1 റൗണ്ട് 108 ആണ്. 1/4 1 റൗണ്ട് വലിയവര് 1 റൗണ്ട് ചെയ്യണം. നന്ദകിഷോര്, അജൽ കൃഷ്ണൻ ഒക്കെ, രാഹുൽ, അഭിനവ് എല്ലാം 1 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ചെറിയ കുട്ടികൾ 27 ബീഡ്സ് ആയാലും മതി. 27. ഓക്കെ. രാഖി, രാശിയൊക്കെ 27 ചെയ്തത്. ഓക്കെ. ഇവരുണ്ട് 108 ചെയ്യുന്നുണ്ട്. ഇവര് ഒരു റൗണ്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, ഞാൻ 2 റൗണ്ട്സ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം അത് എഴുതണം. നമ്മള് ഫിക്സഡ് ഇരിക്കുന്ന 1 റൗണ്ട് 2 റൗണ്ട് അടുത്ത കോളത്തിൽ എഴുതി വെക്കണം. ഓക്കെ. പിന്നെ എന്താ എഴുതണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ്, സ്റ്റഡി പോർഷൻ, എന്തൊക്കെയാണ് സ്റ്റഡി ചെയ്യേണ്ടതെന്ന് എഴുതി വെക്കണം. ഇന്നത്തെ സബ്ജക്റ്റ് കവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, എത്ര സബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്താണ്, അത് എഴുതണം. ഏതൊക്കെ പോയിന്റ്സ് ആണ് കവർ ചെയ്യേണ്ടത്, ഇതിനകത്ത് അസൈൻമെന്റ് ഉണ്ടോ, ഇതിനകത്ത് ഡിസ്കഷൻസ് പോയിന്റ് ഉണ്ടോ, ഇതെല്ലാം കവർ ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ബുക്കിൽ എഴുതി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സക്സസ് ആണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് നമുക്ക് ഗ്യാപ്പ് വന്നത്, എന്ത് നമ്മൾ ചെയ്തിട്ടില്ല, എന്ത് നമ്മൾ ചെയ്തു. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ റെഡിയാണോ ഫോളോ ചെയ്യാൻ? അപ്പം ഉറങ്ങുന്നത് വരെ അതും ഷെഡ്യൂൾ ചെയ്യണം, എത്ര മണിക്ക് ഉറങ്ങണം. ഓക്കെ, നമ്മൾ എഴുതിയിരിക്കുന്നു 10 മണിക്ക് ഉറങ്ങണം, പക്ഷെ നമ്മൾ ഉറങ്ങിയത് 12 മണിക്കാണ്. ഓക്കെ, ഷെഡ്യൂൾ ചെയ്തു 10 മണിക്ക് ഉറങ്ങുന്നു, ഗോ ടു ബെഡ് അറ്റ് 10 o'clock, ആക്ച്വൽ 12 o'clock. ഈ 2 hour എന്താണ് ചെയ്തത്? ഗെയിം, മൊബൈൽ ഓർ പഠിക്കുന്നത്, ലെസൺ, സ്റ്റഡി. ഓക്കെ. ഇനി 2 hour ലേറ്റ് ആയതുകൊണ്ടാണ് പഠിക്കുന്നതിന് നമുക്ക് 2 hour എക്സ്റ്റെൻഡ് ചെയ്തു വന്നു. എന്തുകൊണ്ട് 2 hour എക്സ്റ്റെൻഡ് ആയിപ്പോയി? സംതിങ് അവിടെ മിസ്സിംഗ് ആയിട്ടുണ്ട്. രാവിലെ 1 hour ലേറ്റ് ആയിട്ടുണ്ട്. ആ ലേറ്റ് പിന്നെ എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, ശരിയല്ലേ? അപ്പൊ എവിടെ നമ്മൾ ഇമ്പ്രൂവ് ആവേണ്ടത്? ഈവനിങ്ങില് 2 hour ലാഗായത് എവിടെയാ? മോർണിംഗില് 1 hour പോയില്ലേ? അപ്പൊ എവിടെ നമ്മള് ഇമ്പ്രൂവ് ആവേണ്ടത്? എവിടാ? വേക്കപ്പില്. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. രാവിലെ നേരത്തെ എണീക്കണം. രാവിലെ നേരത്തെ എഴുന്നേക്കണം. അപ്പൊ അങ്ങനെ കറക്റ്റ് ചെയ്ത് നമ്മള്. അചൽ കൃഷ്ണൻ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നു. അവിയാൻ മനസ്സിലാവുന്നോ? യെസ്. അപ്പം അത്രയും ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ പഠിക്കുന്നു, ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ആ ലൈഫിൽ സക്സസ് ആവുന്നു, ടോപ്പ് പൊസിഷനിൽ എത്തുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇന്ന് കിസിന്റെ കാര്യം പോയി. ഇനി അടുത്ത ആരെയുണ്ട്? എന്ത് പറയാൻ പറ്റും? നന്ദകിഷോർ, എന്താ മെസ്സേജ്? സംതിങ് മെസ്സേജ്. സ്കൂളിലൊക്കെ ഇന്ററാക്ഷൻ ഇല്ലേ? ക്ലാസ്സില് എന്താ സ്കൂളിലൊക്കെ ഇന്ററാക്ഷൻ വരുന്നത്? ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ററാക്ഷൻ ഉണ്ടോ? ഉണ്ട്. എന്താ സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ററാക്ഷൻ? എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിച്ചതാ. എന്താ ഇന്ററാക്ഷൻ? ഇങ്ങനെ ഫ്ലിപ്പ് ക്ലാസ് ഒക്കെ എടുക്കും യൂഷ്വലി. എങ്ങനെ? ഫ്ലിപ്പ് ക്ലാസ് നമ്മള് പഠിപ്പിക്കണം. വെരി ഗുഡ്. ഓക്കെ, കം ടു ദ പോയിന്റ്. അപ്പം നമ്മൾ പഠിച്ച ശ്ലോകത്തില് ഒരു ശ്ലോകം എടുത്ത് ഒരാള് ക്ലാസ് എടുക്കുക. ഓക്കെ, 5 minute നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഫ്രം നെക്സ്റ്റ് വീക്ക്. ഓക്കെ, രാഹുൽ, അഭിനവ് ഓക്കെ അല്ലേ? അഭിനവ് പോയോ? ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ച ശ്ലോകത്തിൽ നിന്ന് ഒരു ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ്. പിന്നെന്താ ഇന്ററാക്ഷൻ ഉള്ളത്? അപ്പം നെക്സ്റ്റ് വീക്ക് ഞാൻ പറയുകയാണ്, നമ്മൾ രാമായണം കുറെ പഠിച്ചു. ഒരു 2 minute
രാമായണത്തെ പറ്റി ഒരാൾ പറയണം. ആർക്ക് പറയാൻ പറ്റും? ആർക്ക് പറയാൻ പറ്റും? റേസ് ദ ഹാൻഡ്. ആർക്ക് പറയാൻ പറ്റും? പെട്ടെന്ന് പെട്ടെന്ന്. എനിക്ക് പറയാം പെട്ടെന്ന് പറയൂ. എനിക്ക് അറിയാം. ഓക്കെ. അവ്യാൻ ചാരുത. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മള് ഫ്രം നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആരും എസ്കേപ്പ് ആവണ്ട, എല്ലാവരെയും കവർ ചെയ്യൂ. ഓക്കെ, എല്ലാവരും കവർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് 2 മിനിറ്റ് നമ്മൾ ആ സ്പീച്ച് ഫ്രെയിം വർക്ക് ചെയ്യണം. 2 മിനിറ്റ് കൊണ്ട് സംസാരിക്കാൻ ഫ്രെയിം വർക്ക് ചെയ്യണം. ഓക്കെ, പറഞ്ഞോ. പ്രസന്റേഷൻ വേണോ? പ്രസന്റേഷൻ വേണമെങ്കിൽ വെക്കാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആണോ? വെരി ഗുഡ്. നമ്മൾ ഇന്ന് ഹൃഷികേശിനെ കണ്ടില്ലല്ലോ, എന്തു പറ്റി? ചോദിക്കണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ആരാ പാടുന്നത്? ആർക്ക് പാടാൻ പറ്റും? അനവി ചിരിക്കുന്നു. അനവിക്ക് പാടാൻ പറ്റും? അല്ലേ? അനവി റെഡിയാ? പാടിക്കോ, പാടിക്കോ. അതും ഇനി ഞാനും ഷെഡ്യൂൾ ചെയ്യും. ഞാൻ ഇനി എഴുതി വെക്കാൻ പോവാ ഈ ആഴ്ച ആരാണ്. അപ്പൊ അടുത്ത ആഴ്ച ഞാൻ വേറെ ആളുടെ പേര് പറയും. ഞാൻ ഇന്ന് തൊട്ട് ഇനി എഴുതി വെക്കാൻ പോവാ ഈ ആഴ്ച ആരൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത ആഴ്ച ഇനി ആരൊക്കെ ചെയ്യണം ഞാൻ എഴുതി വെക്കും. ഓക്കെ, ഞാൻ ഐ ആം ഓൾസോ സ്റ്റാർട്ടിങ് ടു ഡെയിലി റൈറ്റിംഗ്. ഓക്കെ, ഓക്കെ. അനഫി പാടുവല്ലേ? പാടുന്നുണ്ട് സാർ. ഓക്കെ, വെരി ഗുഡ്. അവിയൻ എന്താ പറഞ്ഞേ? അവിയൻ എന്താ പറഞ്ഞേ? നെക്സ്റ്റ് വീക്ക് ആണോ രാമായണ പറയുന്നത്? നെക്സ്റ്റ് വീക്ക്. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ചാരുത ആൻഡ് അവ്യാൻ. ഓക്കെ, ശാരദയുടെ വീട് നല്ല പഴയ വീട്, ട്രഡീഷണൽ വീടാണ്. നല്ല തട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, പലകയൊക്കെ ഇട്ടിട്ട് അല്ലേ? ചൂട് കുറവായിരിക്കും നേരം അല്ലേ? പാടിക്കോ. 3, 2, 1 go. നന്ദ ഗോപാല നേന്ദു ഗോജാല നേവിന്ദുരാര പാദമല മതിത്തോ മുദമലരകണ കെതുരുഗതിയരയാരവേണു ഗോപാല രാധിക ഗുണ ജയശീല. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പൊ നെക്സ്റ്റ് വീക്ക് കിസ് അഭിനവ് മടക്കരുത്. ഓക്കെ, ഞാൻ മറക്കൂല സാർ. ഓക്കെ, റെഡിയാക്കി വെക്കുക. അപ്പം നെക്സ്റ്റ് വീക്ക് അവിയാൻ ഞാൻ ചെയ്തിരിക്കും. രാമായണ സ്പീച്ച് ചെയ്യും. നെക്സ്റ്റ് വീക്ക് പാട്ടാരാ? നവൽ കിഷോർ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് വീക്ക് പാട്ടാരാ? രാഖി നോക്കുന്നു.
രാഖി നോക്കുന്നു. അണ്ട് രാഖി ചിരിച്ചു. ഓക്കെ, റെഡിയാണ്. പാട്ട് റെഡിയാണ്. ഓക്കെ ഓക്കെ, അവർ ടൈം ടേബിൾ ആയി. ഓക്കെ ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് കൗണ്ട് ഡൗൺ ചെയ്യാം. നവൽ കിഷോർ, ഹൗ ആർ യു?